അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും ടു ജന്ന എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിൻ്റെ ഫിഖ്ഹ് എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ പൊതുപരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഇഖ്തരി സ്വഹീഹ മിനൽ ഖൗസൈനി. അപ്പോൾ താഴെ 6ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഓരോന്നിനും ബ്രാക്കറ്റിൽ 3 ഓപ്ഷൻസും നൽകിയിട്ടുണ്ട്. അപ്പോൾ ശരിയായത് മാത്രം എടുത്തെഴുതുക. ഒന്നാമത്തത് ഡാഷ് ലി സൗജിൻ തൗക്കീലും ഫി ഖബൂലി നിക്കാഹി. നിക്കാഹ് സ്വീകരിക്കാൻ വേണ്ടി ഭർത്താവിന് വക്കീലിനെ നിയമിക്കൽ. അപ്പോൾ അത് യുസന്നു സുന്നത്താണ്, യജൂസു ജായിസാണ്, യജിബു നിർബന്ധമാണ്. അപ്പോൾ ഏതാണ് യജൂസു എന്നുള്ളതാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത്. അപ്പോൾ ആ ബ്രാക്കറ്റിൽ നിന്നും അത് എഴുതി കൊടുക്കുക. രണ്ടാമത്തത് യുഖദ്ദറു റിബ്ഹു വൽ ഖുസ്റാനു ബി ഖദരിൽ മാലൈനി. ലാഭവും നഷ്ടവും കണക്കാക്കുന്നത് അവർ ഇൻവെസ്റ്റ് ചെയ്ത ധനത്തിൻ്റെ കണക്കനുസരിച്ചിട്ടാണ്. അപ്പോൾ അത് ഏതിലാണ്? ഫിൽ ഇഖ്റാരി, ഫിൽ വഖഫി, ഫി ഷിർക്കത്തി. ഏതാണ്? ഷിർക്കത്ത് എന്ന് പറഞ്ഞാൽ കൂറ് കച്ചവടം. അപ്പോൾ അതിലാണ് ലാഭവും നഷ്ടവും നിർണ്ണയിക്കുന്നത് അഥവാ കണക്കാക്കുന്നത് അവർ ഇൻവെസ്റ്റ് ചെയ്ത ധനത്തിൻ്റെ കണക്കനുസരിച്ചിട്ടാണ്. അപ്പോൾ അത് ഷിർക്കത്തിലാണ്, കൂറ് കച്ചവടത്തിലാണ്. മൂന്നാമത്തത് വലാ യുബാഉ. വിൽക്കാൻ പറ്റുകയില്ല. വാഖിഫുൻ മൗഖൂഫുൻ അലൈഹി. അപ്പോൾ മൗഖൂഫുൻ എന്നാണ്. വഖഫ് ചെയ്യപ്പെട്ടത് എന്താക്കാൻ പാടില്ല? വിൽക്കാൻ പറ്റുകയില്ല. അപ്പോൾ അവിടെ മൗഖൂഫുൻ എന്ന് എഴുതി കൊടുക്കുക. നാലാമത്തത് ഖുലുവു മിനൻ നിക്കാഹി ഷറുത്തുൻ ഫി. അപ്പോൾ മറ്റൊരു നിക്കാഹിൽ നിന്ന് ഒഴിവായിരിക്കണം എന്നത് ഷർത്താണ്. അപ്പോൾ അതാർക്കാണ്? സൗജത്തി, വലിയ, സൗജി. അത് സൗജത്തി എന്നുള്ളതാണ്. അപ്പോൾ സ്ത്രീക്കാണ് എന്ത്? ഖുലുവു മിനൻ നിക്കാഹി ഷറുത്തുൻ, മറ്റൊരു നിക്കാഹിൽ നിന്നും ഒഴിവായിരിക്കണം എന്ന ഷർത്തുള്ളത്. അപ്പോൾ ഭാര്യക്കാണ്. അപ്പോൾ അതവിടെ എഴുതി കൊടുക്കുക. അഞ്ചാമത്തത് യജിബു ഡാഷ് ഫി വത്തു ഇ ശുബഹത്തിൻ. അപ്പോൾ ശുബഹത്തിൻ്റെ വത്തയിൽ എന്താണ് നിർബന്ധമാകുന്നത്? അപ്പോൾ എന്താണ് നിർബന്ധമാകുന്നത്? മഹ്റു മിസ്ലിൻ. നിസ്ഫുൽ മഹറാണ്, മഹ്റു മിസ്ലാണ്, സുലുഫ് മഹറാണ്. അപ്പോൾ അതിലേതാണ് ശരി? മഹ്റു മിസ്ലാണ്. അപ്പോൾ മഹ്റു മിസ്ൽ എന്ന് അവിടെ എഴുതി കൊടുക്കുക. ആറാമത്തത് കുല്ലു മൗലഖിൻ ഹറുമ നളറുഹു ഹറുമ ഡാഷ് മസുഹു ലുബുസുഹു സമഉഹു. അപ്പോൾ അവിടെ മസുഹു എന്നുള്ളതാണ് എഴുതി കൊടുക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നോക്കൽ ഹറാമായ എല്ലാ സ്ഥലങ്ങളും തൊടലും ഹറാമാണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇനി രണ്ടാമത്തെ പ്രവർത്തനം സിൽ ബിമ യുനാസിബു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ബോക്സിൽ കുറച്ച് വാക്കുകൾ നൽകിയിട്ടുണ്ട്. 6ഓളം ചോദ്യങ്ങളും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിനോട് യോജിച്ചത് ആ ബോക്സിൽ നിന്നും എടുത്തെഴുതാനാണ്. ഒന്നാമത്തെ ചോദ്യം നിക്കാഹുൽ മുത്തഅത്തി. അപ്പോൾ നിക്കാഹുൽ മുത്തഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ അതിനോട് യോജിച്ചത് സിവാജുൽ മുഅക്കത്തു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ സിവാജു മുഅക്കത്തു എന്ന് എടുത്തെഴുതി കൊടുക്കുക. സമയം നിർണ്ണയിച്ചു കൊണ്ടുള്ള കല്യാണം. അപ്പോൾ അതിനാണ് നിക്കാഹുൽ മുത്തഅത്തി എന്ന് പറയുക. അപ്പോൾ അതവിടെ സിവാജുൽ മുഅക്കത്തു എന്ന് എഴുതി കൊടുക്കുക. രണ്ടാമത്തെ ഇഖ്റാർ. അപ്പോൾ ഇഖ്റാർ അതിനോട് യോജിച്ചത് ഏതാണ്? യുസമ്മ ഇഅ്തിറാഫൻ. അതിന് ഇഅ്തിറാഫ് എന്നും പേര് വെക്കപ്പെടും. ഇനി മൂന്നാമത്തെ ഷറത്തു ലിൽ വഖഫി. അപ്പോൾ അതിനോട് യോജിച്ചെന്താണ്? വഖഫിൻ്റെ ഷറത്താണ് തഅ്ബീദുൻ. അപ്പോൾ അവിടെ തഅ്ബീദ് എന്ന് എഴുതി കൊടുക്കുക. ഇനി അടുത്തത് നാലാമത്തത് മിനൽ മഹറമിയത്തി ബി റളാഅത്തി. അപ്പോൾ മുലകുടി ബന്ധം കൊണ്ട് മഹറമായവരാണ് ആരും? അപ്പോൾ അതിനോട് ചോദിച്ചത് ഇവിടെ ഹാലത്ത് എന്നുള്ളതാണ്. അവിടെ അത് എഴുതി കൊടുക്കുക. അഞ്ചാമത്തത് അൽ വലീമത്തു ലി ഖിത്താനി. ചേലാകർമ്മത്തിൻ്റെ വലീമത്ത്. അപ്പോൾ അതെന്താണ്? സുന്നത്താണ്. അപ്പോൾ ചേലാകർമ്മത്തിൻ്റെ വലീമത്ത് അതിനോട് ചോദിച്ചത് സുന്നത്താണ്. ആറാമത്തത് തഖ്ലീദു. തഖ്ലീദ് അതിനോട് ചോദിച്ചതാണ് അഹ്ദു ഖൗലിൽ മുജ്തഹിദു. മുജ്തഹിദിൻ്റെ വാക്ക് സ്വീകരിക്കൽ. അഹ്ദു ഖൗലിൽ മുജ്തഹിദ് എന്നുള്ളതാണ് തഖ്ലീദിനോട് യോജിച്ചത്. എന്താണ്? മുജ്തഹിദിൻ്റെ വാക്ക് സ്വീകരിക്കൽ. ഇനി മൂന്നാമത്തത് ഉക്തുബുൽ അഹ്കാമ എന്നുള്ളതാണ്. അവിടെ എന്ത് ചെയ്യലാണ്? വിധികൾ എഴുതുക. അവിടെ 5ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഓരോന്നിനും വിധി എഴുതാനാണ്. ഒന്നാമത്തത് ഇഖ്ലാഉ നിക്കാഹി അൻ ദിക്രി സ്വദാഖി. അപ്പോൾ അതിൻ്റെ വിധി എന്താണ്? കറാഹത്താണ്. അപ്പോൾ ചോദ്യം മഹർ പറയാതെ അല്ലെങ്കിൽ മഹർ ഒഴിവാക്കിക്കൊണ്ട് നിക്കാഹ്
അപ്പോൾ അത് കറാഹത്ത്. ഇഖ്ലാ ഉൻ നിക്കാഹി അൻ ദിക്രി സ്വദാഖി എന്ന് പറഞ്ഞാൽ മഹർ പറയാതെ അല്ലെങ്കിൽ മഹർ ഒഴിവാക്കിക്കൊണ്ടുള്ള നിക്കാഹ്, അത് കറാഹത്താണ്. ഇനി രണ്ടാമത്തത് മുസാഫഹത്തു റുജുലിൽ അമ്രദൽ ജമീല. അപ്പോൾ ഭംഗിയുള്ള അമ്രദിനെ കൈ കൊടുക്കൽ, അത് ഹറാമാണ്. മൂന്നാമത്തത് അൽ ഇജാബത്തു ഇല വലീമത്തി മൻ കാന അക്സറു മാലിഹി ഹറാമൻ. കൂടുതൽ ഹറാമ് കലർന്നവൻ്റെ വലീമത്ത് സ്വീകരിക്കൽ കറാഹത്താണ്. നാലാമത്തത് അൻ നിക്കാഹു ലിൽ മുഹ്താജിൻ ലിൽ വത്ഇ ഖാദിൻ അലാ മുഅ്നത്തിൻ. ലൈംഗിക ബന്ധത്തിന് താല്പര്യമുള്ള ചെലവ് കൊടുക്കാൻ കഴിവുള്ളവൻ്റെ മേൽ നിക്കാഹ് സുന്നത്താണ്. ഇനി അഞ്ചാമത്തത് അത്തമസ്സുകു ബി മദ്ഹബി മുഅയ്യിനിൻ മിനൽ അർബഅത്തി. നിലവിൽ ഒരു മദ്ഹബിനെ തിരഞ്ഞെടുക്കൽ എന്താണ്? വാജിബുൻ, നിർബന്ധമാണ്. ഇനി നാലാമത്തത് തർജിം എന്നുള്ളതാണ്. വമാ സ്വഹ കൗനുഹു സമനൻ സ്വഹ കൗനുഹു സ്വദാഖൻ വ ഇൻ ഖല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? വലിയ വിലയാവാൻ പറ്റുന്നത് മഹറാവാനും പറ്റും, അത് എത്ര കുറവാണെങ്കിലും. അപ്പോൾ വിലയാവാനും പറ്റുന്നത് മഹറാവാനും പറ്റും, അത് എത്ര കുറവാണെങ്കിലും. അതാണ് ഒന്നാമത്തതിൻ്റെ അർത്ഥം. രണ്ടാമത്തത് വലാ യസിഹുൽ വസിയ്യത്തു ഫി സായിദിൻ അലാ സുലൂസിൻ ഇൻ റദ്ദഹു വാരിസുൻ. അനന്തരാവകാശി എതിർത്താൽ 1/3 കൂടുതലിൽ വസിയ്യത്ത് ശരിയാവുകയില്ല. ഇനി അഞ്ചാമത്തത് അജിബ് എന്നുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം മതാ യകൂനു ഹുക്കുമുൽ വഖഫി ഹുക്കുമൽ വസിയ്യത്തി. എന്താണ്? വഖഫിൻ്റെ ഹുക്കുമ് വസിയ്യത്തിൻ്റെ ഹുക്കുമാകും എപ്പോൾ? ഉത്തരം ഇദാ കാനൽ വഖഫു മുഅല്ലഖൻ ബിൽ മൗത്തി. അപ്പോൾ മരണവുമായി യോജിച്ചു വന്നാലാണ് എന്താവുക? വഖഫിൻ്റെ ഹുക്കുമ് വസിയ്യത്തിൻ്റെ ഹുക്കുമായിട്ട് മാറുക. രണ്ടാമത്തെ ചോദ്യം അർക്കാനുൽ ഇഖ്റാരി മാഹിയ. ഇഖ്റാറിൻ്റെ റുക്കിന്. അപ്പോൾ ഇഖ്റാർ എന്നുള്ള എന്താണ്? സ്ഥിരീകരിക്കുക എന്നാണ്. അപ്പോൾ ഇഖ്റാറിൻ്റെ റുക്കിനുകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തത് മുഖിറുൻ, 2 മുഖറുൻ ലഹു, മൂന്നാമത്തത് മുഖറുൻ ബിഹി, നാലാമത്തത് സിയാ. മൂന്നാമത്തത് ബിമ യജിബുൽ മുത്തഅത്തു വഅലാമൻ തജിബു. എന്തുകൊണ്ടാണ് മുത്തഅത്ത് നിർബന്ധമാവുക? ആരുടെ മേലിലാണ് മുത്തഅത്ത് നിർബന്ധമാവുക? മുത്തഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ? നഷ്ടപരിഹാരം അല്ലേ? അപ്പോൾ അത് എന്തുകൊണ്ടാണ്? ആരുടെ മേലാണ്? ഉത്തരം തജിബുൽ മുത്തഅത്തു അല സൗജി ബി ഫിറാഖി മൗതുഅത്തിൻ ബിഗൈരി സബബിഹ വ ബിഗൈരി മൗതി അഹദിഹിമ. ഉത്തരം രണ്ടിൽ ഒരാളുടെ മരണം കൊണ്ടോ അല്ലെങ്കിൽ ഭാര്യയുടെ കാരണത്താലല്ലാതെ വിവാഹബന്ധം വേർപെട്ട വധുവിനും എന്ത് നിർബന്ധമാണ്? മുത്തഅത്ത് നിർബന്ധമാണ്. ഇനി നാലാമത്തത് യസിഹുൻ നിക്കാഹു ബി ഇസുഖാത്തിൽ കഫാഅത്തി ബിമ. ചേർച്ചയില്ലാതെ നിക്കാഹ് ശരിയാവും എന്തുകൊണ്ട്? കഫാത്ത് പറഞ്ഞാൽ ചേർച്ച. അപ്പോൾ ചേർച്ചയില്ലാതെ നിക്കാഹ് നിർബന്ധമാകും അല്ലെങ്കിൽ നിക്കാഹ് ശരിയാവും എന്തുകൊണ്ട്? ഉത്തരം അന്നൽ കഫാഅത്തു ഹഖുൻ ലിൽ മർഅത്തി വൽ വലി ഫലഹുമ ഇസുഖാത്തുഹ. അപ്പോൾ കഫാഹത്ത് എന്നാൽ പെണ്ണിൻ്റെയും വലിയിൻ്റെയും അവകാശത്തിൽ പെട്ടതാണ്. അവർക്ക് അത് വേണ്ടെന്ന് വെക്കാൻ പറ്റും. അപ്പോൾ അവർക്ക് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിക്കാഹ് എന്താകും? ശരിയാകും. ഇനി അഞ്ചാമത്തെ ചോദ്യം ലിമൻ യൽസമു തമസ്സുകു ബി മദ്ഹബിൻ. എന്താണ്? ഒരു മദ്ഹബ് കൊണ്ട് അവലംബിക്കാൻ നിർബന്ധമായിട്ടുള്ളത് ആർക്ക്? ഉത്തരം ലിൽ മുക്കല്ലഫി ഗൈരിൽ മുജ്തഹിദിൽ മുത്ലഖി. നിരുപാധികം മുജ്തഹിദ് അല്ലാത്ത മുക്കല്ലഫായിട്ടുള്ള ഒരാൾക്ക് ആണ് അതെന്താവുക? ഒരു മതം കൊണ്ട് അവലംബിക്കാൻ നിർബന്ധമായിട്ടുള്ളത്. ഇനി ആറാമത്തെ ചോദ്യമാണ് മാതാ യജിബു അലൽ വക്കീൽ ഇൻ ലം യുഗയ്യിനിൽ വലിയു സൗജ്. എന്താണ് അർത്ഥം? വലിയ വരനെ നിർണയിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ വക്കീൽ എന്താണ് ചെയ്യേണ്ടത്? വലിയ വരനെ നിർണയിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ വക്കീൽ എന്താണ് ചെയ്യേണ്ടത്? അപ്പം അതിൻ്റെ ഉത്തരം റിയായത്തു ഹൗലിഹ വജത്തിയാത്തുൻ ഫി അംരിഹ. എന്താണ്? അവകാശങ്ങളെ സംരക്ഷിക്കലും അവളുടെ കാര്യത്തിൽ സൂക്ഷ്മത പാലിക്കലും. അപ്പോൾ ഇതാണ് ആര് ചെയ്യേണ്ടത്? വക്കീൽ ചെയ്യേണ്ടത്. ഇനി അടുത്തത് ആറാമത്തെ പ്രവർത്തനം ബയ്യിൻ എന്നുള്ളതാണ്, വ്യക്തമാക്കാനാണ്. ഒന്നാമത്തത്
കൈഫിയത്തു സിഹത്തുൽ വസിയത്തു ലി മുഅയ്യനിൻ ഐറ മൗജൂദിൻ. എന്താണ് നിർണയിക്കപ്പെട്ട ഇല്ലാത്ത ഒരു വ്യക്തിക്ക് വസിയത്ത് ചെയ്യുന്നതിൻ്റെ രൂപം? നിർണയിക്കപ്പെട്ട ഇല്ലാത്ത ഒരു വ്യക്തിക്ക് വസിയത്ത് ചെയ്യുന്നതിൻ്റെ രൂപം എന്താണെന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ ഉത്തരം ഇദാ ജഅലൽ മഅദൂമ തബിഅൻ ലിൽ മൗജൂദി. ഇല്ലാത്തതിന് ഉള്ള ഒന്നിനോട് തുടർത്തിക്കൊണ്ടാണ് അത് എന്താക്കേണ്ടത്? വസിയത്ത് ചെയ്യേണ്ടത്. ഇല്ലാത്തതിന് ഉള്ള ഒന്നിനോട് തുടർത്തിക്കൊണ്ട്. അപ്പം അതാണ് ആൻസർ. രണ്ടാമത്തത് മുതഅത്തു വ ദലീലുഹ. മുതഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ തെളിവ് എന്താണ്? എന്താണ് മുതഅത്ത്? അതിൻ്റെ തെളിവ് എന്ത്? ഉത്തരം അൽ മുതഅത്തു ഹിയ മാലുൻ യദ്ഫഉഹു സൗജു ലിമൻ ഫാറഖഹ ബിശുറൂത്തിൻ വ ദലീലുഹ ഖൗലുഹു തആല വലിൽ മുത്തല്ലഖാത്തി മതാഉൻ ലിൽ മഗ്റൂഫി. അപ്പോൾ വിവരം, അതിൻ്റെ അർത്ഥമാണ് പറയുന്നത് വിവാഹം വേർപ്പെടുത്തിയവർക്ക് ഭർത്താവ് ചില നിബന്ധനകളോടുകൂടെ അഥവാ ഷർത്തോടു കൂടെ എന്ത് കൊടുക്കലാണ്? നിബന്ധനകളോട് കൂടി നൽകുന്ന ധനത്തിനാണ് എന്ത് പറയുക? മുതഅത്ത് എന്ന് പറയുക. അപ്പോൾ അല്ലാഹു തആല പറയുന്നുണ്ട് വിവാഹമോചിതകൾക്ക് ന്യായമായ ജീവിത വിഭവങ്ങൾ നൽകണം. അപ്പം അത് പറയുന്നുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ തെളിവ്. മൂന്നാമത്തത് അർ-റിളാഉ മുഹരിമു. മുലകുടി ബന്ധത്തിലൂടെയുള്ള മഹ്റം ആരാണ്? ഉത്തരം വുസൂലു ലബനി ആദമിയത്തി ബലാത്ത് സിന്ന ഹൈലിൻ ജൗഫ റദിയൻ ലം യബ്ലുഅ ഹൗലൈനി യഖീനൻ ഖംസ മറാത്തിൻ. എന്താണ് അതിൻ്റെ അർത്ഥം? ഹൈലിൻ്റെ പ്രായമെത്തിയ ഒരു സ്ത്രീയുടെ പാല് 2 വയസ്സില്ലെന്ന് ഉറപ്പുള്ള കുട്ടിയുടെ ഉള്ളിലേക്ക് സാധാരണഗതിയിൽ 5 പ്രാവശ്യം പ്രവേശിക്കുന്നതിനാണ് എന്ത് പറയുക? റളാഉൽ മുഹരിമു എന്ന് പറയുക. നാലാമത്തത് ഷുറൂത്തു ഇബാഹത്തിൻ നളരി വൽ മസ്സി ലിൽ ഇലാജി ഖദ്റൽ ഹാജതി. അപ്പോൾ അതിൻ്റെ അർത്ഥം ചികിത്സക്ക് വേണ്ടി ആവശ്യമുള്ള ഭാഗം മാത്രം നോക്കലും സ്പർശിക്കലും അനുവദനീയമാകുന്നതിനുള്ള ഷർത്തുകൾ എന്തൊക്കെയാണെന്നാണ് ഉത്തരം. ഫഖദ് ജായിസുൻ നളരി സ്വാലിഹിൻ ലഹു വ അദമു ഖൽവത്തിൻ മുഹറമത്തിൻ. ഒന്നാമത്തത് ചികിത്സക്ക് പറ്റുന്ന നോക്കൽ അനുവദനീയമായ ആളില്ലാതിരിക്കുക. രണ്ടാമത്തത് അന്യ സ്ത്രീയും പുരുഷനും ഒറ്റക്കാവലില്ലാതിരിക്കുക. ഇനി 7ാമത്തെ പ്രവർത്തനം കമ്മിൽ പൂർത്തിയാക്കി എഴുതാനാണ്. ഹറുമ കബൂലുൽ വദിയഅത്തി അലാമൻ യഗ്ജുസു അൻ ഹിഫ്ളിഹ. അപ്പോൾ അവിടെ യഗ്ജുസു അൻ ഹിഫ്ളിഹ എന്നുള്ളതാണ് എഴുതാനുള്ളത്. രണ്ടാമത്തത് യജൂസു നളറു വജ്ഹിൽ മർഅത്തി. അപ്പോൾ അവിടെ എഴുതാനുള്ളത് എന്താണ്? ഇൻദൽ മുആമലത്തി വശഹാദത്തി. മൂന്നാമത്തെ അൽ ഹിക്മത്തു ഫിൽ മുതഅത്തി. അപ്പോൾ അവിടെ എഴുതാനുള്ളത് ജബ്റുൽ ഇഹാഷിൽ ഹാസിലു ബിൽ ഫിറാഖി. 8ാമത്തെ ഉക്തുബുൽ മഅന ഇലാജുൻ എന്നുള്ളതിൻ്റെ അർത്ഥം ചികിത്സ. റഅസുൽ മാൽ മൂലധനം. അത് ബുഖൂർ പുക. അപ്പോൾ ദുആ വസിയത്തോടെ നിർത്തുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.